പുതിയ കാലത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുമാത്രം ഇൻക്ലൂസീവ് ആകാനായിട്ട് ശ്രമിക്കുന്നു അത് തന്നെയാണ്. ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വിശാലതയുടെ ആ ഒരു വൃത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വസ്തുതയിൽ ഈ ഭാവനയെ അലങ്കരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം. എന്തിനകത്തും ഒരു മീതെ ഒരു കാഴ്ച ആവശ്യമുണ്ട്. ഉപാധിയില്ലാതെ ഇങ്ങനെ സ്നേഹിക്കുന്ന, അനുകമ്പ കാട്ടുന്ന മനുഷ്യരെ, അവരെ ഞങ്ങൾ ഗുരുജനങ്ങളെന്ന് വിളിച്ചോട്ടെ. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. ഖേദങ്ങളില്ലാത്ത ഒരു മടക്കയാത്ര മനുഷ്യന് അസാധ്യമാണെന്ന് തോന്നുന്നു. സായന്തനത്തിൽ എന്തുമാത്രം ഖേദങ്ങളാണ് നിങ്ങളുടെ വാതിലിന് പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നത്. എല്ലാത്തിനെക്കുറിച്ചും പറയാവുന്നത് ഒറ്റ വാക്കാണ്: ഐ റിഗ്രറ്റ്. അതിൻ്റെ അളവുകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെക്കുറിച്ചും വീണ്ടും വിചാരമുണ്ടാകുന്ന ആ സായന്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തൊഴിലിനകത്ത് നിങ്ങൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും. അത് അങ്ങനെ തന്നെയാണ്. കാരണം അത്രമേൽ ഏകാഗ്രതയോടോ ശ്രദ്ധയോടു കൂടിയോ നമ്മൾ ആ പരിസരത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു അധ്യാപനോളം ഇങ്ങനെ അത്തരം ഒരു റിഗ്രറ്റ് അനുഭവിക്കാൻ പോകുന്ന, ഇത്തിരി ഒന്ന് പാളിയാണ് പോകുന്നെങ്കിൽ അത്തരം ഒരു ഖേദം അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല, മറ്റൊരു തൊഴിലുണ്ടാവില്ല. കാരണം എന്തൊരു സാധ്യതയാണ് അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഏതൊരു തൊഴിലിനകത്തും നിങ്ങളുടെ പരിസരത്തിന് വല്ലാത്ത ക്ലേശമുണ്ട്. മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ദുഃഖിതരാണ്. ഒരു ഡോക്ടറെ എടുക്കുക, ഇതുമാത്രം കായിക ക്ലേശമുള്ള, ഇതുമാത്രം പെയിനുള്ള മനുഷ്യ. ഒരു വക്കീലെടുക്കുക, ഇങ്ങനെ അകന്നു പോകുമെന്നൊക്കെ ഭയന്ന് ഇങ്ങനെ വ്യവഹാരങ്ങളിൽ പെട്ടുപോയ മനുഷ്യരാണ്. ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് നിങ്ങളിങ്ങനെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അതിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ നിങ്ങളോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി വരിക. അയാളുടെ ഉള്ളിൽ നിങ്ങളിങ്ങനെ ഒരു അപ്രഖ്യാപിത ഒരു ശത്രുവുണ്ട്, തർക്കിക്കാൻ വരുന്ന. എന്തിനകത്തും ഇങ്ങനെ ഖേദവും ക്ഷോഭവും മെലങ്കോളിയും ഒക്കെ ഉള്ളപ്പോൾ എന്തൊരു പ്രസാദമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത്. ഇങ്ങനെ കണ്ണീ പോലും പുഞ്ചിരിയുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഡൊസയിലായിട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലേക്ക് ഇങ്ങനെ ശ്രദ്ധ നൽകിക്കൊണ്ട് നിൽക്കുന്ന 10-40 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് നമ്മൾ അവരോട് എന്ത് ചെയ്തു? അത് നിങ്ങൾക്ക് കിട്ടിയത് അവരെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ദീർഘമായ ശൈശവവും ബാല്യവും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കകത്തും പൊതുവെ കരുതപ്പെടുന്നത് അതിൻ്റെ പിറവിയിൽ തന്നെ അതിൻ്റെ ബ്രെയിൻ ഫോംഡാണ്. പിന്നെ സംഭവിക്കുന്നത് അതിൻ്റെ കായികമായ വളർച്ച മാത്രമാണ്. അതൊരു ആനക്കുട്ടിയാവാം, പട്ടിക്കുട്ടിയാവാം. ഇതിനൊരു ആടിനെ പെറ്റിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര സെക്കൻഡ്സ് കൊണ്ടാണ് അതിങ്ങനെ അതിൻ്റെ ഭക്ഷണം തിരിച്ചറിയുകയും അതിൻ്റെ തൊടിയെ മനസ്സിലാക്കുകയും തൊടിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി പോവുകയൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞൊരു നിരാലംബ ഒരു ശൈശവം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ മാത്രമാണ്. അല്ല, ബ്രെയിൻ ഇങ്ങനെ ഇവോൾവ് ചെയ്യേണ്ടതാണ്. ആ ബ്രെയിൻ ഇവോൾവ് ചെയ്യുന്നത് പലതരം ഘടകങ്ങൾ കൊണ്ടാണ്. അതിനകത്ത് നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞൊരു ധർമ്മം, അതിനെ പരിചരിക്കുക എന്നൊരു ധർമ്മമാണ് അധ്യാപകരുടെ. വാസ്തവത്തിലൊരു കുട്ടിയുടെ മുഴുവൻ ആയുസ്സും ഈ ഒരു കുഞ്ഞു കാലത്തിനകത്താണ് ഇങ്ങനെ ആധാരമായിട്ടുള്ളത്. അപ്പം അത്രയും ഭംഗിയായിട്ടുള്ള, മെഴുക് പോലെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താവുന്ന, ഭംഗിയായിട്ട് അവരുടെ തലച്ചോറിന് പ്രകാശം കൊടുക്കാൻ പറ്റുന്നൊരു കാലത്തിൽ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ അവരെ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് നിശ്ചയമായിട്ടും ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് സായന്തനങ്ങളെ വിഷാദഭരിതമാക്കാൻ പോകുന്നൊരു ചിന്തയാണ്. അനുകമ്പയാണ് ഈ പറഞ്ഞ ഒരു ഘടകത്തിൻ്റെ ഈ പറഞ്ഞൊരു ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കരിയറിൻ്റെ അതിനെ വൊക്കേഷൻ എന്ന് വിളിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവിളിയുടെ ഏറ്റവും അടിസ്ഥാനം വലിയ അനുകമ്പയാണ്. മോശയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്കാണ്. അപ്പോൾ മോശ ആടുമേയ്ക്കായിരുന്നു. നല്ല ജീവിതം വളരെ കൗതുകരമാണ്. ഇങ്ങനെ 40 വർഷം ഇങ്ങനെ കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ ആടുമേയ്ക്കുന്നു, 40 വർഷം യാത്ര. അങ്ങനെ ഒരു 120 വർഷങ്ങളിലായിട്ടാണ്
അയാളുടെ ജീവിതത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അയാൾ രണ്ടാം ഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന കാലത്തിൽ ഒരു ദിവസം അയാളുടെ ആലയിൽ നിന്നൊരാൾ ആടിനെ കാണാതെ പോകുന്നു. അയാളതിനെ അന്വേഷിച്ച് മരുഭൂമിയിലൂടെ കുറുകെ കടന്ന് ചെല്ലുമ്പോൾ മരുഭൂമിയുടെ അങ്ങേ ചെരുവിൽ ഒരിത്തിരി നീരുറവയുണ്ട്, ഈ വാതി എന്ന് പറഞ്ഞൊരിടമുണ്ട്. അവിടെ ഇങ്ങനെ ഈ ആട്ടിൻകുട്ടി നിന്ന് വെള്ളം കുടിക്കുക. സ്വാഭാവികമായിട്ട് അയാൾ അതിനോട് കലഹിക്കേണ്ടതാണ്. അയാൾ തൻ്റെ കൈവശമുള്ള ചൂരലുവടി കൊണ്ട് അതിനെ തല്ലേണ്ടതാണ്, ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട്. അതൊന്നുമല്ല അയാൾ ചെയ്തത്. അയാൾക്ക് പെട്ടെന്ന് വലിയ കുറ്റബോധം തോന്നിയാണ്. എന്തുകൊണ്ടാണ് ഈ ആട്ടിൻകുട്ടി ആല വിട്ടു പോയത്? താൻ അതിൻ്റെ ദാഹം മനസ്സിലാക്കിയിട്ടില്ല. അപ്പം താൻ ദാഹം മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം എസ്ട്രേഡ് ആയിട്ടുള്ള, ഇങ്ങനെ തെന്നിപ്പോയിട്ടുള്ള, ചിതറിപ്പോയൊരു ആട്ടിൻകുട്ടി. അയാൾക്ക് ആ കുറ്റബോധം താങ്ങാനാവാതെ വരുമ്പോൾ അയാൾ ഈ ആടിനെ, സമനം വലിപ്പമുള്ള ഈ ആടിനെ നടക്കാൻ പോലും അനുവദിക്കാതെ തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ മണലിലൂടെ ക്ലേശിച്ച് നടന്നു വരുമ്പോഴാണ് യഹോവ അവനെ വിളിക്കുന്നത്, മോസസ് മോസസ്. എല്ലാ ആനിമേഷനിൽ ഏർപ്പെടുന്ന മനുഷ്യരെയും ദൈവം കണ്ടെത്തുന്നത് അവരുടെ കരുണയുടെ ഒരു മുഹൂർത്തത്തിലാണ്. എനിക്ക് തോന്നുന്നു, ഏത് അധ്യാപനം നിങ്ങൾ ഓർമ്മിക്കാൻ പോകുന്നത്? ഒരു PG ലെവൽ വരെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു പെൺകുട്ടിയോ എടുക്കുക. ആ ഒരു ഇടത്തിലേക്ക് എത്തുമ്പോൾ പറഞ്ഞത് 250 അധ്യാപകർ അവരെ സഹായിച്ചിട്ടുണ്ടാകും, റിസർച്ചിനൊക്കെ സഹായിക്കുന്നവരൊക്കെ ഉൾപ്പെടെ. എന്നിട്ടും ഏതെങ്കിലും ഒരു വിശേഷ അവസരത്തിൽ, തൻ്റെ ഒരു കല്യാണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ, ഇതിനൊരു അലുമിനി മീറ്റിങ്ങിനകത്ത് പോലും ആരെയാണ് നിങ്ങൾ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഇത്രയും മുഖങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സാമാന്യം മെമ്മറി ഉള്ള ഒരാളാണ് നിങ്ങൾ. ഒരു ആൽബം കണക്ക് നിങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും അതിനകത്ത് നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആരായിരിക്കും? ആ ഹാൻഡ് പിക്ക് ചെയ്ത മനുഷ്യർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏറ്റവും ഭംഗിയായിട്ട് പഠിപ്പിച്ച മനുഷ്യരാണെന്ന്, ഏറ്റവും നന്നായിട്ട് ആ വിഷയം പറഞ്ഞു തന്നവരാണെന്ന്, ഏറ്റവും നന്നായിട്ട് നമുക്ക് ഡിസിപ്ലിൻ നൽകിയവരാണെന്ന്? ഇതൊന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ദീർഘമായ യാത്രയിൽ നിങ്ങളോട് കരുണ കാണിച്ച മനുഷ്യരോടാണ്. ഞാൻ അത്തരമൊരു കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാച്ചിൻ്റെ ഒത്തുചേരലാണ്, പണ്ടൊരുമിച്ച് സ്കൂളിൽ പഠിച്ചവർ. അപ്പം അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇട്ടിട്ട് പറയുന്നു, സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറാണ്. എനിക്കിങ്ങനെ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. എൻ്റെ കൂട്ടുകാരൻ്റെ കൈവശം ഒരു പുതിയ ഷെഫേഴ്സ് പെൻ ഉണ്ടായിരുന്നു. ഞാനത് മോഷ്ടിച്ചു. അവനത് വലിയ പ്രശ്നമാക്കി. സ്വാഭാവികമായിട്ട് ക്ലാസ്സിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തലും ബഹളമൊക്കെ ആകുമ്പോൾ സാർ പറഞ്ഞു, എല്ലാവരും നിശബ്ദരായിട്ട് നിന്നേ, ഞാൻ എന്തായാലും ഇത് തപ്പിയിട്ട് വിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ അതിനു മുമ്പ് സാർ ഞങ്ങൾക്ക് നൽകിയൊരു നിർദ്ദേശമുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ണുപൂട്ടി നിൽക്കണം. എന്നിട്ടാണ് സാറ് ഇങ്ങനെ ഞങ്ങളുടെ ഗീശയും സ്കൂൾ ബാഗും ഒക്കെ പരതി നോക്കിയത്. അന്ന് ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കാനായിട്ട് സാറ് ശടിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും എനിക്ക് കള്ളനെന്ന് പേര് വന്നിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോഴും ഇനി എന്താ എൻ്റെ കൂട്ടുകാരനോട് ചെയ്യാൻ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ. സാറ് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അത് നീയായിരുന്നോ? നിങ്ങളെ കണ്ണുപൂട്ടിയിരിക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങളെ കീശ പരിശോധിക്കുന്നതിനേക്കാൾ മുമ്പേ, സ്കൂൾ ബാഗ് പരിശോധിക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ ആദ്യം ഇങ്ങനെ കണ്ണുപൂട്ടി. എന്നിട്ട് ഒരു അന്ധൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ മുഖം കാണാൻ താല്പര്യമില്ലാതെ ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര പെട്ടെന്നാണ് സ്വയം വരിച്ച ഒരു അന്ധതയിലൂടെ അധ്യാപകൻ ഈ കരുണയുടെ അവസാന വാക്കായിട്ട് മാറുന്നത്. ഈ കാരുണ്യമാണ് ഈ അടിസ്ഥാന മൂല്യം. ആ കാരണത്തിലേക്കാണ് എല്ലാ ഗുരുക്കന്മാരും ഇപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധാശ്രമങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വെളിച്ചത്തിന് വേണ്ടി അവരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുമ്പോഴേക്കും അവർ നമ്മളിത്തിരി കുഴപ്പിക്കും. നമ്മൾ എന്തെങ്കിലും ഗൗരവമായൊരു സംഭാഷണം ആരംഭിക്കുമ്പോഴേക്കും അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അകത്തോട്ട് നിനക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടല്ലോ, പക്ഷെ അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം, ഒരു കുഞ്ഞു പസലുണ്ട്. നീ മുറിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിൻ്റെ ചെരുപ്പ് ഈ കവാടത്തിൻ്റെ ഇടത്തായിരുന്നോ വലത്തായിരുന്നോ ഇട്ടത്? ഏത് വശത്തേക്കാണ് തിരിച്ചിട്ടിരുന്നത്? അത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് ആയതുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ നമ്മളത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പരുങ്ങുമ്പോഴേക്കും അവർ പറയും, ഊരിയിടുന്ന ചെരുപ്പ് എവിടെയാണെന്ന് പോലുമുള്ള ഒരു മൈൻഡ്ഫുൾ അല്ലെങ്കിൽ ശ്രദ്ധയില്ലെങ്കിൽ എന്തിനാ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത്? ചിലപ്പോൾ നിങ്ങൾ അപമാനിതരായിട്ട് പുറത്തു വരാൻ പോലും ആ ഒരു പരീക്ഷണം കാരണമായേക്കും. എന്നാൽ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ഇവരാരും അത് നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല.
പകരം അവർക്കറിയാവുന്ന കാര്യങ്ങൾ, അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം, കേട്ടതിന് ശേഷം ആചാര്യനെ നമസ്കരിച്ച് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടാകും. അതിങ്ങനെ ചെരുപ്പ് തിരിച്ചിടുക എന്ന് പറഞ്ഞ സംഭവമാണ്. അതോട് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ഇവിടെയാണ് നമ്മൾ ഊരിയിട്ടത്. നിങ്ങൾക്ക് കുനിഞ്ഞ് നിങ്ങളുടെ ചെരുപ്പിനെ ആ പുറത്തേക്കുള്ള ദിശയിലേക്ക് എടുക്കുന്നതിനുള്ള സമയം പോലും, അത്രയും പോലും ക്ലേശം നിങ്ങൾക്ക് തരരുതെന്ന് ഓർത്തിട്ട് ആശ്രമത്തിൽ ആരെങ്കിലുമൊക്കെ ആ ചെരുപ്പ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടാകും. ദ എൻഡ് ഓഫ് ദ ഡേ ഹൗ കമ്പാഷനേറ്റ് യു ആർ. അതല്ലാതെ വേറൊരു ആനിമേഷൻ ഇല്ല. അർത്ഥത്തിൽ പാരൻറ്റിങ് അത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ ആനിമേഷനും അത് തന്നെയാണ്. അപ്പോൾ ഒരു കരുണയെന്ന് പറയുന്നൊരു മൂലധനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ വിദ്യാലയ സങ്കല്പങ്ങളെയൊക്കെ ഒന്ന് ജ്ഞാനസ്ഥാനപ്പെടുത്തിയാൽ നല്ലതാണ്. അവനവരുടെ മേൽ കരുണയുണ്ടായി. ആ കരുണ കൊണ്ടാണ് ഇങ്ങനെ പുതിയൊരു ബോധന രീതി അവിടെ നിന്ന് ആരംഭിച്ചു. ഇങ്ങനെ അനുയാത്ര എന്ന് പറയുന്ന ഒന്നാണ്. നിരന്തരം അവരുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഓരോരോ പുതിയ കാഴ്ചകളിലേക്ക് അവർക്ക് വേണ്ടി ഇങ്ങനെ തുഴഞ്ഞു പോവുകയായിരുന്നു. അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്ന ഒരു ബോധന രീതി, അത് ഒരു പുതിയ പെഡഗോജിയാണെന്ന് തോന്നുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇങ്ങനെ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവം. ലൂക്കായിൽ അതിനകത്ത് കിടപ്പുണ്ട്. 2 പേര് ഇങ്ങനെ നഷ്ടധൈര്യരായിട്ട്, എല്ലാ ആത്മവിശ്വാസവും നഷ്ടമായിട്ട് ഇങ്ങനെ തലകുനിച്ച് ഒരു ദീർഘയാത്രക്ക് നടന്നു പോകുമ്പോൾ അവരുടെ മധ്യയിലേക്ക് ഇയാൾ പ്രവേശിക്കുകയാണ്. അതൊരു വഴിയാത്രക്കാരനെ കണക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കോൺവെർസേഷൻ ആരംഭിക്കുകയാണ്, ഡയലോഗ് ആരംഭിക്കുകയാണ്. എല്ലാ ഭംഗിയുള്ള മോഡേൺ രീതിക്കകത്തും ഈ എല്ലാ പാഠങ്ങളും ആരംഭിക്കുന്നത് ഈ സംഭാഷണത്തോടുകൂടിയാണ്. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് നഷ്ടധൈര്യരാകുന്നത്? എന്നിട്ട് അവർക്ക് വേണ്ടി അയാളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. എന്നിട്ടും അത് തങ്ങളിൽ നിന്ന് അകന്നു പോയ എന്ന് അവർ കരുതുന്ന തങ്ങളുടെ ഗുരുവാണെന്ന് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. ആപ്പാടെ അവർക്ക് പിടുത്തം കിട്ടുന്ന ഒരു കാര്യം സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുമായിരുന്നു. അപ്പോൾ ഈ അക്കമ്പനിമെൻറ്റിലൂടെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വളരെ ഭംഗിയുള്ളൊരു പ്രക്രിയയുണ്ട്. ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ കൊച്ചു ഹൃദയങ്ങൾ ഇങ്ങനെ ജ്വലിക്കുന്നു. അപ്പോൾ അതൊരു 4-5 ഘട്ടമായിട്ട് ആ ഒരു എമാവൂസ് അനുഭവത്തെ ഈ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുന്ന ഒരു രീതിയൊക്കെ പണ്ടൊരിക്കൽ നമ്മളിവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സുവിശേഷ ഭാഗമായിരുന്നു ഇത്തവണ അധ്യാപകർക്ക് വേണ്ടിയുള്ള ചില ഒത്തുചേരലുകൾക്കകത്ത്. ഈ റീ ഓപ്പണിങ്ങിൻ്റെ ഒരു സമയത്ത് ഒരു 3-4 ഇടങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അധ്യാപകരുമായിട്ട്. ഒരു സുവിശേഷ ഭാഗം എടുത്തത് ഇത് മാത്രമായിരുന്നു. ഇങ്ങനെ എവിടെ പെസഹ ഒരുക്കണം? ശിഷ്യർ യേശുവിൻ്റെ അടുത്ത് ചോദിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ തെരുവിൽ ചെല്ലുമ്പോൾ വെള്ളം ഇങ്ങനെ കുടവുമായിട്ട് ജലകുംഭവുമായിട്ട് വരുന്ന ഒരു പുരുഷനെ കാണും. അയാൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അയാൾ ചോദിക്കണം, എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? അയാൾ നിങ്ങളൊരു ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ വീട്ടിലെ ഗൃഹനാഥനോട് നിങ്ങൾ പറയുന്നു, ഗുരു ഇന്നിവിടെ അത്താഴം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നിങ്ങൾക്ക് അലങ്കരിച്ച സജ്ജമാക്കപ്പെട്ട വിശാലമായ ഒരു അപ്പർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാനതിനെ ഒന്ന് എടുത്തിട്ടാണ് ഏകദേശം 1 മണിക്കൂർ വരുന്നൊരു സെഷൻ ചെയ്തത്. ഇങ്ങനെ ഇത്തവണത്തെ ഈ ക്ഷണം കിട്ടിയ മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഒന്ന് വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന കരുതുക. ഒന്നിങ്ങനെ കുടവുമായിട്ട് വരുന്നൊരു പുരുഷൻ, അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് അത്രയും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമല്ല. ഗ്രീക്ക് ഭാഷയിൽ അത് ഉപയോഗിക്കുമ്പോഴേക്കും അതിനകത്ത് കാര്യമായിട്ട് ജെൻഡർ വന്നിട്ടില്ല. ചിലപ്പോൾ ട്രാൻസ്ലേഷനകത്തായിരിക്കണം ആ പുരുഷൻ എന്ന് പറയുന്നൊരു വാക്കിന് ഇത്രയും എംഫസിസ് വരുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം, ഇങ്ങനെ പദാനുപദം എടുക്കേണ്ട കാര്യങ്ങളായിട്ട് സുവിശേഷത്തെ കരുതേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ പലതവണ സംഭവിക്കുന്ന ഒരു വിവർത്തന പ്രക്രിയയാണ് നമുക്ക് ലഭിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. യേശു സംസാരിച്ചത് ഇങ്ങനെ അരമായിക്കിലാണ്. പിന്നെ ഒരു പക്ഷേ അതിനകത്ത് നിന്ന് ഹീബ്രു ബൈബിളോ അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളോ രൂപപ്പെട്ടു. ഈ ഗ്രീക്ക് ബൈബിളിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ പറഞ്ഞ ലത്തീൻ ബൈബിള് സെഞ്ചറോം അതിനെ ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു പക്ഷേ കുറച്ച് ലോകഭാഷയെന്ന് ഗണിക്കാവുന്ന, ലോകത്ത് കൂടുതൽ പേര് സംസാരിക്കുന്ന ഇംഗ്ലീഷിലേക്ക് അതെത്തി. അവിടെ നിന്നാണ് ഇത് മലയാളത്തിലോട്ട് വന്നത്. ഒരു 5ഓളം ഇങ്ങനെ വിവർത്തനങ്ങളിലൂടെ കടന്നുപോയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പദാനുപദം എടുത്ത് അതിന് മീതെ ഇത്രയും തർക്കമോ വാശിയോ ആവശ്യമില്ല. ആവട്ടെ, ആ ഒരു മലയാളം നമുക്ക് ലഭിക്കുന്ന ട്രാൻസ്ലേഷൻ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനെ കുടവുമായിട്ട് വരുന്നൊരു പുരുഷൻ, ചിലപ്പോൾ ഒരു കോട,
അന്നത്തെ ഒരു പ്രത്യേക സാമൂഹിക ഘടനയിൽ ഇങ്ങനെ പുരുഷൻ വെള്ളം കോരാൻ പോകുന്നില്ലായിരുന്നു. അന്നത്തെ സാമൂഹിക ഘടനയിൽ മാത്രമല്ല, മിക്കവാറും ഇന്ത്യ കണക്കും ആഫ്രിക്ക കണക്കും ഉള്ള ദേശങ്ങളിൽ ഇപ്പോഴും നമുക്കതറിയാം, ഈ വെള്ളം കോരാനായിട്ട് ഈ ദൂരമൊക്കെ അലയുന്നതും ഈ വെയിലൊക്കെ കൊള്ളുന്നതും ഒക്കെ സ്ത്രീകളാണ്. അപ്പോൾ അത്തരമൊരു ജെൻഡർ പ്രക്രിയക്കകത്ത് തന്നെ ഉണ്ടാകുന്നൊരു വ്യത്യാസമാണ്. പെട്ടെന്നൊരു ദിവസം അന്നോളം സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, അലിവുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു, അലിവുള്ളവരായി നമ്മളെ നിലനിർത്താൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രക്രിയയിലോട്ട് ഈ ആൾ കൂടുകയാണ്. ഇങ്ങനെ ജലകുംഭവുമായിട്ട് വരുന്ന ഒരാൾ. പുരുഷന്മാർ വെള്ളം കൊണ്ടുവരുമായിരുന്നു, പക്ഷെ അത് കൂടുതലും ഈ തോൽക്കുടങ്ങളിലായിരുന്നു. ഈ മൺകുടങ്ങളിൽ വെള്ളം കൊണ്ടുവരിക എന്ന് പറഞ്ഞ രീതി വളരെ അസാധാരണമാണെന്നൊക്കെയാണ് ആ ബൈബിളിൻ്റെ ദേശവും ആ പശ്ചാത്തലവും കാലമൊക്കെ പഠിക്കുന്ന മനുഷ്യർ പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചിത്രം ഇത് തന്നെയാണ്. ഇങ്ങനെ കുടവുമായിട്ട്, അതും അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലസ്ട്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടം വരെ ജലരാശിയുള്ളൊരു മനുഷ്യൻ, ഇവിടം വരെ ഈർപ്പുള്ളൊരു മനുഷ്യൻ, കുതിർന്ന മനുഷ്യൻ, കുതിർന്ന സ്ത്രീ, അവരാണ് നമ്മളിങ്ങനെ മറ്റൊരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ക്ലാസ് മുറിയെക്കുറിച്ചുള്ള സങ്കല്പവും വേണമെങ്കിൽ ഒടുവിൽ പറഞ്ഞ 3 വാക്കുകൾക്കകത്ത് ചുരുക്കി എഴുതാവുന്നേ ഉള്ളൂ. എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ബ്രോഡ്, പിന്നെ വിശാലമായ ലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പുതിയ കാലത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുമാത്രം ഇൻക്ലൂസീവ് ആകാനായിട്ട് ശ്രമിക്കുന്നു അത് തന്നെയാണ്. അറിവിൻ്റെ ഒരു കുറവ് കൊണ്ട്, തീക്ഷ്ണത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് മനുഷ്യർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുടുസു ഇടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കുരുങ്ങിപ്പോയത്. ഒരു 2026 ജാതി കണക്കുള്ള കാര്യങ്ങൾ, മതം കണക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു പൊളിറ്റിക്കലായ കാര്യങ്ങളെപ്പോലും, ഈ സാമൂഹ്യമായ കാര്യങ്ങളെപ്പോലും ബാധിക്കുന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുരുങ്ങിപ്പോയ മനുഷ്യരാണ്. അവിടെ തൊട്ട് എല്ലാത്തിനകത്തും ഇങ്ങനെ ബ്രോഡാകുന്ന മനുഷ്യർ ആവശ്യമുണ്ട്. വേദോസിൽ ഏറ്റവും ബ്രോഡായൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ശലോമോനാണ്. അയാളെക്കുറിച്ച് വേദോസ്തവം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം അയാൾക്ക് കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുക്കും. കാരണം അയാൾ ജ്ഞാനിയായ മനുഷ്യനാണ്. ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വിശാലതയുടെ ആ ഒരു വൃത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും അതിങ്ങനെ സംഭവിക്കുന്നേ ഇല്ല. വൃക്ഷങ്ങളുടെ ആയുസ്സൊക്കെ എങ്ങനെ നമ്മൾ ഗണിക്കുന്നത്? വൃക്ഷങ്ങളുടെ വാർഷിക വലയങ്ങൾ എണ്ണിക്കൊണ്ടാണ്. ആ വാർഷിക വലയങ്ങൾ വെറുതെ അതിൻ്റെ വൃത്തങ്ങൾ മാത്രമല്ല, അത് എന്തുമാത്രം സോക്റ്റാണെന്നൊരു കാര്യം കൂടി കിടപ്പുണ്ട്. നനഞ്ഞു കിടക്കുന്നത് പറയുന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ, ഓരോ ക്ലാസ് മുറി കഴിയുമ്പോഴേക്കും എന്തുമാത്രം നമ്മുടെ വൃത്തങ്ങൾ ഇങ്ങനെ വലുതാകുന്നു, നമുക്ക് എത്ര സൈക്കിളുകൾ ഉണ്ടാകുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. ടു ബ്രോഡ്, നമ്മൾ പല ആവർത്തി പറയുന്നൊരു കാര്യം, ആവർത്തിച്ച് പറയേണ്ട ഒരു വൈകിയ നിമിഷം കൂടിയാണിത്. ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബൃഹത്താവുന്ന. ഭാരതം ഈശ്വരന് വേണ്ടി കരുതി വെക്കുന്ന വാക്കാത്. ബൃഹത്താകാൻ പ്രേരിപ്പിക്കാത്ത ഒന്നും ഈശ്വരനായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റുന്ന, കാറ്റഗോറിക്കലായിട്ട് പറയാൻ പറ്റുന്ന മനുഷ്യരോട് ഉണ്ടാവണം. 2, അലങ്കരിച്ച അല്ലെങ്കിൽ സജ്ജമാക്കുക. പല രീതിയിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ വിവർത്തനങ്ങൾക്കകത്ത് സംഭവിക്കുന്ന ത്രസ്റ്റ് ഈ പല രീതിയിലായിരിക്കാം നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നത്. ചിലയിടങ്ങളിൽ നമ്മൾ അലങ്കരിച്ച, ഓർണമെൻറ്റഡ് എന്ന് പറഞ്ഞൊരു, അല്ല അഡോണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നത്, അലങ്കരിച്ച. വസ്തുതയിൽ ഈ ഭാവനയെ അലങ്കരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം. എല്ലാം ഇങ്ങനെ ഭാവനയെ ഭംഗിയാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ അവനവൻ്റെ ജീവിതത്തെ അലങ്കരിക്കാൻ വേണ്ടിയാണ്. ആരോ പറയുന്ന കണക്ക് ഒരു 10 രൂപയുടെ പേപ്പർ വാങ്ങാൻ പറ്റുമെങ്കിൽ, കളർ പേപ്പർ വാങ്ങാൻ പറ്റുമെങ്കിൽ, ചൈന പേപ്പർ വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുറ്റത്തെ പ്ലാവിനെയോ മാവിനെയോ ഒക്കെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആക്കാൻ പറ്റും. ജീവിതത്തെ കുറേ കൂടി ഭംഗിയായിട്ട് അലങ്കരിക്കുക. ഒരു മെസ്സാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിനകത്ത് ഇങ്ങനെ കാര്യമായിട്ട് പരിചരണം ആവശ്യമില്ലാത്ത ചെടികളാണ് വെക്കുന്നത്, കാക്ടസ് കണക്കുള്ള കാര്യങ്ങളാണ് വെക്കുന്നത്. അതിരിക്കാന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വ്യത്യാസം. ജീവിതത്തെ അലങ്കരിക്കുക, ജീവിതത്തിൻ്റെ എസ്തറ്റിക്സിൽ വിശ്വസിക്കുക. അസീസിലെ ഫ്രാൻസിൻ്റെ വർഷമൊക്കെയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് എസ്തറ്റിക്സ് ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ പേരായിട്ടാണ് ഫ്രാൻസിനെ പരിഗണിക്കുക. ടു ദി എക്സ്റ്റെൻറ്റ് ഈ ഒരു വേഷം എടുക്കുക. ഈ ഒരു വേഷം ഇങ്ങനെ ഫ്രാൻസിസിന് ഇങ്ങനെ തോട്ടക്കാരിൽ നിന്ന് ബിഷപ്പ് വാങ്ങി കൊടുക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ഒരു പാരമ്പര്യം. പക്ഷെ അപ്പോഴും ഈ വേഷത്തെ അയാൾ ഭംഗിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഇതിനകത്ത് കെട്ടുന്ന ഈ വൈറ്റ് റോപ്പാണ്. ഈ ചരടില്ലെങ്കിൽ ഇതിന് ഈ ഒരു ഭംഗിയില്ല. നമ്മൾ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന കണക്കാണ്. ഗാന്ധിയുടെ വേഷം ഗാന്ധി ഡിസൈൻ ചെയ്താണെന്നാണ് പറയുന്നത്. ഗാന്ധി ഉപയോഗിക്കുന്ന വേഷം ഗാന്ധിയുടെ ദേശത്തുള്ള, ഗുജറാത്തിലുള്ള എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷെ അവർ വളരെ ലൂസായിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഗാന്ധി അതിനിങ്ങനെ വലിച്ചു കെട്ടി കുറേ കൂടി യൗവനവും ആരോഗ്യവും തോന്നിക്കുന്ന വിധത്തിൽ അതിന് ഡിസൈൻ ചെയ്തു എന്ന് പറയുന്ന കണക്കൊരു കാര്യമായത്. എന്തിനകത്തും ഒന്ന് ഭംഗിയാക്കുക എന്നുള്ളതാണ്, അലങ്കരിക്കുകയോ സജ്ജമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്താണ് ഒരുപക്ഷെ ഈ രാത്രിയിൽ ഒരു ടേക്ക് അവേ ആയിട്ട് നമ്മൾ കരുതേണ്ട ഒന്ന്, ടു ദ അപ്പർ റൂം. എന്തിനകത്തും ഒരു മീതെ ഒരു കാഴ്ച ആവശ്യമുണ്ട്. മനുഷ്യർ എന്തുമാത്രം ചെറിയ കാര്യങ്ങളിൽ പെട്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സൈബർ ഒരു മേഖലയിലൊക്കെ എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർക്കറിയാം, എന്തുമാത്രം ചെറിയ കാര്യങ്ങൾക്കകത്താണ് മനുഷ്യർ അവരെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തുമാത്രമാണ് മനുഷ്യരെ തമ്മിൽ ഇത്രയും പരിഹസിക്കുന്നത്. എന്തുമാത്രമാണ് മനുഷ്യരെ ഇൻറ്റൻസിനെ ചലഞ്ച് ചെയ്യുന്നത്. ഒരു അപ്പർ റൂം ആവശ്യമില്ലേ? ഇത്തിരി ഒരു ഡ്രോൺ വിഷൻ എന്ന് പറയുന്ന ഒന്ന്, നമ്മൾ ഈ പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ മറ്റു മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യൻ്റെ അപ്പർ റൂം. ബാക്കി ഒരു ജീവിക്കും അത് അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ പാരലായിട്ടാണ് നിലനിൽപ്പ്. 3 കാര്യങ്ങൾ വേണമെങ്കിൽ ബ്രോഡായിട്ട് ജനറിക്കായിട്ട് പറയാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ജനനേന്ദ്രിയങ്ങൾ. 2 അതിൻ്റെ ഈ പറയുന്ന വിശപ്പ് ആവശ്യമുള്ള ഘടകങ്ങൾ. 3 അതിന് അതിൻ്റേതായ രീതിയിൽ ഒരുതരം ഒരു ബോധമുണ്ട്. അപകടങ്ങളിൽ നിന്ന് വഴുതി മാറാൻ പറ്റുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഓരോന്നിനും ഓരോ ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇതിൻ്റെ നിലനിൽപ്പില്ല. ചിലപ്പോൾ അതിനെ വിശക്കുന്നു, ചിലപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇണചേരേണ്ടതായിട്ട് തോന്നുന്നു, ചിലപ്പോൾ അതിൻ്റെ ബുദ്ധി അതിനെ ചില കാര്യങ്ങൾ സഹായിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക നിലനിൽപ്പിന്, നേരുന്ന മനുഷ്യന്, ഹോമോ ഇറക്ടസ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ വ്യത്യാസം ഇങ്ങനെ ബ്രെയിൻ ഏറ്റവും മുകളിലായിട്ട് മാറി. അവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് താഴെയായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ 40 ദിവസം വിശന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വാക്കുകൊണ്ട് കൂടിയാണ്. ഈ കുറേ കൂടി അവനവൻ്റെ ആ ജ്ഞാനത്തിൽ നിന്ന് സംഭവിക്കുന്ന ഒരു പുതിയ പ്രകാശമുണ്ട്. ആ അപ്പുറവും മറ്റൊരു ദിവസം നമ്മുടെ ഒരു വിചാരമായി കാണേണ്ട വിധത്തിൽ കുറച്ചുകൂടി ഡീപ്പായൊരു വിചാരമാണ്. തൽക്കാലം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുകയാണ്. കമ്പാഷൻ, ഈ കരുണയെന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിൽ നിങ്ങളൊരു ക്ലാസ് മുറിയെയും കുഞ്ഞുങ്ങളെയും സമീപിച്ചില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു റിഗ്രറ്റ്. ഇത്രയും ഭംഗിയുള്ള മെഴുകണക്ക് രൂപപ്പെടുത്താവുന്ന, ഇങ്ങനെ തലച്ചോറിനെ ഭാസുരമാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവശം കിട്ടിയിട്ട് നമ്മൾ അവരോട് എന്ത് ചെയ്തു? അതിനകത്താണ് നമ്മൾ മോശയുടെ കഥയൊക്കെ വായിക്കുന്നത്. മോശ ഇങ്ങനെ ആടിനെ എടുത്തുകൊണ്ട് നടന്നൊക്കെ പറയുന്നൊരു സംഭവം ഞാനിങ്ങനെ ഇത്തിരി ഒരു കുസൃതിയായിട്ട് പോലും ഇങ്ങനെ അധ്യാപകർ ചലഞ്ച് ചെയ്ത് പറയാറുണ്ട്. ഞങ്ങളൊരു പിക്നിക്കിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് വെറുതെ നമ്മുടെ മട്ടാഞ്ചേരി വന്ന് വിചാരിക്കുക, സിനഗോഗിൽ പ്രവേശിച്ചു, തിരിച്ചു വന്നു, ബസ്സിനകത്ത് വരികയാണ്, എന്നിട്ട് റോൾ നമ്പർ അടിക്കുകയാണ്. ഒരു 60 പേരുള്ള ഒരു എക്സ്കർഷൻ ടീമാണ്. എന്നിട്ട് ഒരാളുടെ ഇല്ല, എണ്ണം തെറ്റുന്നു. അവസാനം നിങ്ങൾ കണ്ടെത്തുന്നു അത് മനു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അവനെ കാണുന്നില്ല. ഈ മനുവിന് എന്നാ പറ്റുന്നൊക്കെ അന്വേഷിച്ച് നിങ്ങൾ സംഘമായിട്ട് അന്വേഷിച്ച് പോകുമ്പോൾ മനു ഏതെങ്കിലും ഒരു സർബത്ത് കടയിൽ നിന്നുകൊണ്ട് സർബത്ത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മനുവിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ഈ കാര്യത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഓരോ പ്രാവശ്യവും ഒരിടത്ത് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളിങ്ങനെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും, മനു ശ്രദ്ധിക്കണം, മനു നേരത്തെ വരണം. അത് മനു ഉള്ളിടത്തോളം കാലം നടക്കും. പിന്നീട് മനു ആ സ്കൂളിൽ നിന്ന് പോയി കഴിയുമ്പോൾ പിറ്റേ വർഷം എക്സ്കർഷന് പോകുമ്പോൾ നിങ്ങൾ പറയും, കഴിഞ്ഞ വർഷം ഒരു മനു ഉണ്ടായിരുന്നു. ഉപാധിയില്ലാതെ ഇങ്ങനെ സ്നേഹിക്കുന്ന, അനുകമ്പ കാട്ടുന്ന മനുഷ്യരെ, അവരെ ഞങ്ങൾ ഗുരുജനങ്ങളെന്ന് വിളിച്ചോട്ടെ. അവരാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടം വരെ ജലകുംഭവുമായിട്ട്, ടു എ ബ്രോഡ് ഡെക്കറേറ്റഡ് ഓർണമെൻറ്റഡ് അപ്പർ റൂം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.